യെസ്, പാലക്കാട്ടെ വലിയങ്ങാടിയിൽ നിന്ന് തത്സമയം ഞാനും നമ്മുടെ പ്രതിനിധി അരുൺ ആലത്തൂരും ചേരുന്നു. മേലാമുറി മാർക്കറ്റ്. ഇതാ, എങ്ങനെയുണ്ട്? പച്ചക്കറിക്കൊക്കെ വലിയ വിലയാണോ? പച്ചക്കറിയൊക്കെ വില കുറവാണ്. പച്ചക്കറി വില ഇപ്പോൾ കുറവാണ്. വില. എങ്ങനെയുണ്ട് പാലക്കാട്ടെ രാഷ്ട്രീയ കാലാവസ്ഥ? നല്ല ചൂട് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്ന കണ്ടീഷനാണ്. ജയിക്കും. എന്തുകൊണ്ട് ജയിക്കും? അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കൊള്ളരുതായ്മ തന്നെയാണ്. മറ്റേ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും വികസനമില്ലായ്മയും അതൊക്കെ ശോഭാ സുരേന്ദ്രന് നല്ലോണം ഗുണം ചെയ്യും. ജയിക്കും. പാലക്കാട്ടിന് സ്ഥിരതയുള്ള ഒരു MLA വേണം അല്ലേ? തീർച്ചയായിട്ടും വേണമല്ലോ. നല്ല പാലക്കാട് വലിയ വികസനിക്കുന്നത്. പാലക്കാട് മേലാമുറിയൊന്നും വികസനം പറഞ്ഞ സാധനമില്ല. ബാക്കിയുള്ളവരാരും ഇവിടേക്ക് എത്തി നോക്കുന്നതില്ല. MLA ഒക്കെ ജയിച്ചു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വഴിക്കേയില്ല. ഈ ശ്രീധരനെ പോലുള്ള ഒരു മഹത് വ്യക്തിയെ തള്ളിക്കളഞ്ഞവരാണ് പാലക്കാട്ട്. തീർച്ചയായിട്ടും അത് അവരുടെ വിവരമില്ലായ്മ തന്നെയാണ്. അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ പോലെ ഒരാളെ ജയിപ്പിക്കാതെ ജയിപ്പിച്ച ആൾ പിന്നെ എങ്ങനെയാണുള്ളത് നമുക്ക് അറിയണ്ടല്ലോ. അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രനുള്ള ഒരു ചാൻസ് കിട്ടും. അപ്പോൾ ആ ഒരു വിവരമില്ലായ്മ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല പാലക്കാട്ട്. ആവർത്തിക്കില്ല. ജയിക്കും. വോട്ട് മാറ്റി കൊടുക്കും. മാറി ചിന്തിക്കും. ഓക്കെ, അവരുടെ വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ ദിവസം കൽപ്പാത്തിയിൽ ഇതുപോലെ ഒരു വാർത്ത രാവിലെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ വലിയ ഒരു ഭൂരിപക്ഷം ആളുകളും ശോഭാ സുരേന്ദ്രൻ BJP എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ മേലാമുറിയും വലിയങ്ങാടിയിലേക്ക് എത്തുമ്പോൾ ഇവിടെയും സമാനമായിട്ടൊരു ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. ആളുകളുടെ ഉള്ളിൽ ഏതായാലും എന്തൊക്കെ അവർ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പ്രകടമാകുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ ഈ മേലാമുറി മാർക്കറ്റിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെ മീശയും വിരിച്ച് മീശ ചുരുട്ടിയിരിക്കുന്ന ഒരാളെ എപ്പോഴും കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും പ്രതികരിച്ചാണ്. ഇപ്രാവശ്യം വലിയ സന്തോഷത്തിലാണ് തോന്നുന്നു അല്ലേ? നമ്മളെ കണ്ടത് ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഈ ചിരിക്ക് കാരണം? മണ്ഡലം ഉറങ്ങിക്കിടക്കായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വന്നവരുടെ മണ്ഡലം ഉണർന്നു. ഇപ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ബഹുഭൂരിപക്ഷത്തോട് ജയിക്കും. അത് എല്ലാ എതിരാളികൾക്കും UDF-നും LDF-നും രാഷ്ട്രീയ കക്ഷികൾക്കും ഒക്കെ ശോഭാ സുരേന്ദ്രൻ വന്ന ഒരു പേടി സ്വപ്നമായിട്ടുണ്ട്. ഇപ്രാവശ്യം BJP-യുടെ വികസനത്തിൻ്റെ ഇതിലെ ശോഭാ സുരേന്ദ്രൻ ബഹുഭൂരിപക്ഷത്തോട് ജയിക്കും. അത് എല്ലാ ഇവിടുത്തെ 3 പഞ്ചായത്തും പാലക്കാട് നഗരസഭയും അവിടുത്തെ നഗരവാസികളും എല്ലാവരും പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്ന എല്ലാ മണ്ഡലത്തിലും. പിന്നെ UDF-ൻ്റെയും LDF-ൻ്റെയും അവർ പറയുന്ന പ്രചരണങ്ങളിൽ തെറ്റായ പ്രചരണങ്ങളിൽ കൂടി അവർ വോട്ട് കേൾക്കുന്നല്ലാണ്ട് അവരെ ആർക്കും വിശ്വാസമില്ല. ശോഭാ സുരേന്ദ്രൻ്റെ ഇത് വൻഭൂരിപക്ഷത്തോടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നരേന്ദ്രമോദി വന്നതോടുകൂടി ഒരു ഉണർവുണ്ടായി. ഇവിടെയും തൃശ്ശൂരും ഇവിടുന്ന് ഒരു 3 സീറ്റെങ്കിലും നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന്. പാലക്കാട് ജില്ല ഏതൊക്കെ സീറ്റാ? എന്തു പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഏതൊക്കെ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? പാലക്കാട് ജില്ലയിലെ ഏതൊക്കെ സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്? ഒന്ന് പാലക്കാട്, ഒന്ന് കൃഷ്ണകുമാറിൻ്റെ മലമ്പുഴ, ഒന്ന് നമ്മുടെ രേണു സുരേഷിൻ്റെ ഇത് നോക്കുന്നുണ്ട്. പരമാവധി രേണു സുരേഷിനെ അവിടെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ കോങ്ങാട് മണ്ഡലം. ഇത് 3 പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 12 വാർഡിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും നല്ല വർക്ക് നടക്കുന്നുണ്ട്. രേണു സുരേഷും കൃഷ്ണകുമാറും ശോഭാ സുരേന്ദ്രനും 3 പ്രതീക്ഷയുണ്ട്. രേണു സുരേഷിൻ്റെ കോങ്ങാട് ഭാഗത്ത് നല്ല വർക്കുണ്ട്. ഓക്കെ അരുണെ, അപ്പോൾ അതായത് ഒരു മണ്ഡലത്തിന്റെ കാര്യം കൂടി എടുത്ത് പറഞ്ഞു. പൊതുവെ പാലക്കാട് എന്താ പറയാനുള്ളത്? പറ. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? അതൊന്നും എനിക്കറിയില്ല. പിന്നെ വേറെ വല്ലതും കാര്യം പറഞ്ഞാൽ കേൾക്കോ? ധൈര്യമായിട്ട് അപ്പോഴേ നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെയൊന്നും പേടിയില്ല. എന്നാൽ ഉദ്യോഗസ്ഥന്മാർ നല്ല പേടിയാണ്. അവർ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ 60 കൊല്ലം പറഞ്ഞ് നമുക്ക് ഇനി ഒരു പേടിയില്ല പറഞ്ഞ് ധൈര്യത്തിലിരിക്കുന്ന ആൾക്കാരാണ്. ആരെങ്കിലും എന്തെങ്കിലും പോയി ചോദിക്കാൻ പോയാലേ അറിയാത്ത പോലെ ഇരിക്കുക, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഉദ്യോഗസ്ഥരുടെ പിടിപ്പീട് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ തലപ്പത്തിരിക്കുന്നവർ, ഈ ഭരണ നേതൃത്വത്തിലിരിക്കുന്നവരുടെ കഴിവില്ലായ്മയാണ്. ഉദ്യോഗസ്ഥന്മാർ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല സാറേ. എന്താ പാവപ്പെട്ടവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാലേ അവര് അറിയാത്ത മാതിരി ഇരിക്കാന്ന്. എന്തങ്ങനെ ഇപ്പൊ പറയുന്നത് പിണറായി വിജയൻ ഒരു മിനിറ്റ്, പിണറായി വിജയന്റെ 10 വർഷം വലിയ വികസനം കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് ഈ ഏതെങ്കിലും ഒരു ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റം അത് ശരിയല്ല അല്ലേ?
ഉദ്യോഗസ്ഥന്മാരെ കൊള്ളരായ്മ. അവർ ജനങ്ങളെ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യാനുള്ള കഴിവ്. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പാവപ്പെട്ടവർ ഏത് പരിപാടിയിലെ പോട്ടേ വേണ്ടാണ് അവർ. പിണറായിനൊന്നും പറയാൻ പറ്റില്ല, അവർ ചെയ്തു കൊടുക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവർ പക്ഷെ പിണറായി ഒന്ന് പറയാം, പിണറായിയുടെ കൂടെയുള്ളവരും നിയന്ത്രിക്കണം ഇത്തരം ഉദ്യോഗസ്ഥരെ. അത്രയൊക്കെ പറ്റുമോ സാർ ഉദ്യോഗസ്ഥന്മാരെ? പിണറായിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ പുറത്തു പോയത് എങ്ങനെയാ? ഏത് കേസ് പെട്ടിട്ടാ? സ്വർണ്ണക്കടത്ത്. എന്തിനാ കേസ് പെട്ടതല്ലേ? പിണറായിയുടെ ഓഫീസിലുള്ളതാണ്, പിണറായിയുടെ മൂക്കിന് താഴെയുള്ളതാണ്. അപ്പൊ പിണറായിയുടെ കഴിവുകേട് തന്നെയല്ലേ അത്? ആയിരിക്കല്ലേ, അങ്ങനെ പറയല്ലേ അങ്ങനെ പേടിയുണ്ട് പിണറായി അല്ലേ? ഇല്ല, എന്തായാലും ഉദ്യോഗസ്ഥന്മാർ ഇവരൊരു കളി കളിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വേറൊരു കളി കളിക്കുകയാണ്. ഇവർ പണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കച്ചകെട്ടി ഇറങ്ങിയ പോലെ. എന്താ സാറേ ഇത്? പാവപ്പെട്ട എന്തെങ്കിലും ഓഫീസ്. അപ്പൊ പാവപ്പെട്ടവരുടെ വികാരം കൂടി മാനിക്കണം. അതിനനുസരിച്ച് ബ്യൂറോക്രസി ആ ഒരു നിലവാരം പുലർത്തണം. ആ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവണം. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് പിണറായി സർക്കാരിന്റെ കഴിവുകേട് തന്നെയാണ്. പക്ഷേ പിണറായിയുടെ പേരെടുത്ത് പറയാൻ അദ്ദേഹത്തിന് കുറച്ച് ഭയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാ ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഓട്ടോറിക്ഷ വന്നുകൊണ്ടിരിക്കുന്നു, സജീവമാണ്, വളരെ സജീവമാണ്. നമുക്ക് വീണ്ടും അല്ലേ അരുൺ, നമുക്ക് ആളുകളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. മുളക്, പച്ചമുളകാണല്ലേ? നമുക്ക് കച്ചവടം പലതും ഇങ്ങനെയുണ്ട്. പച്ചമുളക് വിൽക്കും, വേറുള്ളതൊക്കെ ഇങ്ങനെ വിൽക്കും. കാലമുള്ളതല്ലേ. എന്താണ് നമ്പേരിക്ക് കേൾക്കാനുള്ളത്? പൊതുവിൽ എങ്ങനെയുണ്ട് അവസ്ഥ? നമ്മുടെ ഇവിടുത്തെ അവസ്ഥ നോക്കുമ്പോൾ ചിത്രീകരണങ്ങൾ അങ്ങനെ നമുക്ക് ശോഭ ചേച്ചിക്കണം. നമ്മുടെ തറയിലത്തെ മാത്രം കണക്കാക്കിയിട്ട് കാര്യമില്ല. ഉൾ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ വന്നപ്പോൾ മോദി വന്നപ്പോൾ ഞാൻ ഔട്ട് സൈഡുള്ളവരെയാണ് അങ്ങനെ കണ്ടത്. തറയിലുള്ളവരെ അല്ല ഞാൻ അധികം കണ്ടത്. മൂത്താന്തരക്കാർക്ക് എല്ലാവർക്കും അറിയും BJP കാരനാണെന്ന്. പക്ഷെ ഔട്ട് സൈഡുള്ളവരാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇന്ന് വരുന്ന വോട്ടുകളാണ്, അതൊക്കെ പോകുന്ന വോട്ടുകളല്ല. നരേന്ദ്രമോദി വന്നത് വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നരേന്ദ്രമോദി വന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ പാലക്കാട് ഉച്ച നേരത്തെ എന്തുമായുള്ള തിരക്ക്, എന്തുമായുള്ള ജനം. നരേന്ദ്രമോദിയെ കാണാനെത്തിയത് BJP പ്രവർത്തകർ മാത്രമല്ലല്ലോ. പുറമേന്ന് കൊല്ലങ്കോട്, വടകന്യാപുരം, ചിറ്റൂര്, തത്തമംഗലം ഈ ഭാഗത്താണ് ഞാൻ കേട്ടത്. വണ്ടിത്താവളം, പിന്നെ ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞവർ വേറെ. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒക്കെ പുറമേയുള്ളവർ, നമ്മുടെ തറയുള്ളവരല്ല, പുറമേയുള്ളവരെ ഞാൻ കണ്ടത്. നരേന്ദ്രമോദിയെ കാണാൻ സ്ത്രീകളടക്കം കുട്ടികളടക്കം വന്നു. നരേന്ദ്രമോദി ഒരു ഫാക്ടർ തന്നെയാണ്. നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട് ഇന്ത്യ രാജ്യം നമുക്ക് വേണ്ടി ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ്. അല്ലെങ്കിൽ തീവ്രവാദികൾ കയറിയിട്ടുണ്ടാവും. ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ എന്തുണ്ടായി? തീവ്രവാദികൾ പഞ്ചാബിൽ എന്തുണ്ടായി? ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും വെടി, കുഴിബോംബ്. ഇന്ന് കുഴിബോംബുണ്ടോ? നമ്മുടെ നേതാക്കൾ മിലിറ്ററിക്കാരെ നമ്മുടെ ഈ കുഴിബോംബിൽ കൂടെ നശിച്ചു. നമ്മൾ ചിന്തിക്കണ്ടേ? അങ്ങനെ തീവ്രവാദികളെ വളർത്തി ഇന്ദിരാഗാന്ധി ഇരിക്കുമ്പോൾ മാവോയിസ്റ്റുകളൊക്കെ ഉന്മൂലനം ചെയ്തല്ലോ. അതെ, മോദി വന്നതിനൊക്കെ അങ്ങനെ ഒതുക്കി. നമ്പേര് ഇന്ദിരാഗാന്ധി ഇരിക്കുമ്പോൾ നിങ്ങൾ കാണണം, അടിയന്തര സൗണ്ട് ഒന്നും നിൽക്കാൻ പറ്റാണ്ട് എത്ര ആളെ ഉള്ളിൽ കൊണ്ടുപോയിട്ടു. കക്കയം കാമ്പിൽ എന്ത് ചെയ്തു? കരുണാകരൻ ഇവിടെ ഭരിക്കുമ്പോൾ രാജനെ ഉരുട്ടിക്കൊന്നു. ഇതൊക്കെയല്ലേ കോൺഗ്രസ് ചെയ്ത പണി. ഇപ്പോഴും എന്താ ചെയ്യണത്? ഇത് തന്നെ. ഇവിടെ നോക്കിയാൽ പെൺപണിയോ ഇതാണ് ചെയ്യുക. ഇത് കൗൺസിലർ എന്താ ചെയ്തത്? കോൺഗ്രസിലെ കൗൺസിലർ ഇവിടെ എന്താ ചെയ്തത്? പെണ്ണിനെ ലോക്യം കൂടി അവളെ താളാറാക്കി. ഇപ്പം അയാളെ നമ്മൾ MLA-ക്ക് പഠിക്കല്ലേ കൗൺസിലർ? ഈ കൗൺസിലറോ? MLA-ക്കോ? MLA-ക്ക് പഠിക്കല്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതേ വഴിയിൽ എന്ത് ചെയ്ത്? മാങ്കൂട്ടം എന്താ ചെയ്തു? ഇതെല്ലാം ചെയ്തത്. അതിന് ഷാപ്പി സപ്പോർട്ട്. ഇപ്പം ഷാപ്പിയെ കാണാനില്ല. മാങ്കൂട്ടം പോയില്ലേ? അതേ അമ്മയാണ് ഇപ്പോൾ ഇവിടെ പാലക്കാട് കൗൺസിലറും ഇത് തന്നെ ചെയ്തിരിക്കുന്നത്. പെണ്ണിനെ തൂക്കി അതേ താലാറാക്കി അതിൻ്റെ ഒളിവിൽ പോയിരിക്കുക. അറസ്റ്റ് ചെയ്തിട്ടില്ല SP. ഈ SP-ക്ക് എന്താ അറസ്റ്റ് ചെയ്യാൻ? നമ്മുടെ പോലീസുകാർക്ക് എന്ത് അധികാരമില്ലേ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ല? അവനെ അറസ്റ്റ് ചെയ്ത് കോടതി കയറ്റണം, ന്യായത്തിൽ കൊണ്ടുവരണം. ഒരു ഡീലില്ലേ ഇവിടെ? ഇതിൻ്റെ ഡീലില്ലേ? LDF-ഉം UDF-ഉം തമ്മിലൊരു ഡീൽ. അവർ തമ്മിൽ എപ്പോഴോ രണ്ട് കൂട്ടരും കണക്കാണ്. ഇപ്പോൾ സ്വർണ്ണം ശബരിമലയിൽ കെട്ടു. കെട്ട മുതൽ ഇപ്പോൾ ഇവരെന്ത് കെട്ടു? ജനങ്ങളെ അറിയില്ല എന്നാണ് വിചാരിച്ചേ. അത് കണ്ടുപിടിച്ചില്ലേ? കള്ളനെ ശിക്ഷിക്കുന്ന ആരാണ്? ദൈവമല്ല, അത് കോടതിയാണ്. ദൈവമൊന്നും ഇറങ്ങി വരില്ല. നീ എൻ്റെ മുതൽ കെട്ടോ, ദൈവം വേറൊരു വഴി കാണിച്ചു തരുമെന്ന് പറയില്ലേ? അതാണ് ദൈവം ശിക്ഷ. അത് കോടതി, അത് മജിസ്ട്രേറ്റ് ദൈവമാണ്. ആ മജിസ്ട്രേറ്റ് ശിക്ഷിക്കും, കട്ടവനെ ശിക്ഷിക്കും.
കേസ് എന്തോ ചെയ്തോട്ടെ, ഇനിയും പൊക്കും ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇപ്പം മറുവിൽ നിൽക്കണ കണക്കാക്കണ്ട, വീണ്ടും പോകാം, പുനഃവിചാരണം ചെയ്യാം. ആ അത് നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ പുനഃവിചാരണം ചെയ്യാനുള്ള ഇവിടെ നിയമമുണ്ട്, ഇനിയും ചെയ്യിപ്പിക്കും. ഓക്കെ അപ്പോൾ യെസ്, സുഖം തന്നെ ആണോ? എങ്ങനെയുണ്ട് പാലക്കാട്ടുകാർ വിവേകപൂർവ്വം അവരുടെ സമ്മതിദാനാവകാശം നിർവഹിക്കുമോ? 5000 വോട്ടിന് ജയിക്കുമല്ലോ ശോഭാ സുരേന്ദ്രൻ. 5000 കിട്ടുമോ? ആ ഭൂരിപക്ഷം 5000 വോട്ട് മാക്സിമം കിട്ടും, ജയിക്കും. ജയസാധ്യത ഉറപ്പ്. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ അരുണെ, നമുക്ക് അടുത്ത ഇടവേളയിലേക്ക് പോകാൻ സമയമായി. പാലക്കാട്ടുകാർ കൃത്യമായിട്ട് അല്ലേ വർത്തമാനകാല സംഭവ വികാസങ്ങളെ അവധാനതയോടെ തന്നെ നോക്കിക്കാണുന്നു പറയുന്ന എന്നാണ് ആളുകളൊക്കെ എനിക്ക് വളരെ മനസ്സിലാക്കാൻ വ്യക്തമായിട്ട് സാധിച്ചത്. എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ അതെ. പൊളിറ്റിക്കലി നോളജ് ഉണ്ട് അവർക്ക്. വെറുതെ Yes, yes. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് കൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഇവിടെയുള്ള ആളുകൾ അവരുടെ വാക്കുകൾ. അതെ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് പാലക്കാട്ടുകാർ, പാലക്കാട്ടെ വോട്ടർമാർ.